പുഴയിൽ വീണാൽ സമീപത്ത് ആളില്ലെങ്കിൽ ജിന്നായ എന്ന സംഘത്തിൽ തികം ഭാവനകളിലും സങ്കല്പങ്ങളും കെട്ടിവെത്തുന്ന വിജ്ഞാന തൽപരതയില്ലാത്ത ചോദ്യങ്ങൾക്ക് പ്രബോധന വേദി ഉത്തരം പറയാതിരിക്കുന്നതിനേക്കാൾ ആ പ്രവണത അവഗണിക്കുന്നതല്ലേ കൂടുതൽ ഉത്തമമായത്. നമ്മൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ അതായിരിക്കും, കണ്ടോ ഉത്തരല്ല എന്നായിരിക്കും. പിന്നെ അത് ശിർക്കാണെന്ന് പറഞ്ഞാലോ, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ആ ജിന്നിന്റെ കൈ പിടിക്കട്ടെ എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ല. ഒരു ഉദാഹരണം വരെ, നിങ്ങളും ഒരു ജിന്നും കൂടി മീൻ പിടിക്കുക, ചൂണ്ടലിടുക, അത് ജിന്ന് സുഹൃത്ത് അങ്ങനെ വർത്താനം പറഞ്ഞ് ഇടയ്ക്ക് ഒരു മീൻ കൊത്തി വലിച്ചു, നിങ്ങളെ ഗൾപ്പിളും വീണു, എടാ ഒന്ന് പിടിക്കടാ ജിന്നേന്ന് പറഞ്ഞു. അത് ചെറുക്ക അതുപോലത്തെ ഒരു സംഗതിയാണ് ആ പറഞ്ഞത്. അത് ചെറുക്കാന്ന് ആരെങ്കിലും പറയോ? ഇത്ര ഉണ്ടോ അതില്? സങ്കല്പമാണല്ലോ, പൊതു സങ്കല്പല്ലേ. അപ്പൊ അതാണ് അവിടെ അത് ശിർക്കാന്ന് പറഞ്ഞ അടുത്ത ചോദ്യം വരും. അപ്പൊ പിന്നെ യാ ഇബാദത്ത് ശിർക്കാണ്ടേ? അപ്പൊ ഇവിടുത്തെ ജിന്നിനോട് തൊട്ടടുത്ത് ശബ്ദം കേൾക്കുന്ന അതിന്റെ ഇതിൽപ്പെട്ട കൈ പിടിക്കൽ അതിന്റെ കൈപ്പെട്ടതല്ലേ? അത് ചോദിച്ചാൽ ശിർക്ക് അല്ലെങ്കിൽ വിജനപ്രദേശം ശിർക്കാകണ്ടേ? അപ്പൊ അത് ശിർക്കാണ്. അപ്പൊ ഇമാം അഹമ്മദ് ശിർക്കല്ലേ? അപ്പൊ നിങ്ങൾ 2012 നിങ്ങളും ശിർക്കില്ല അറിയിപ്പിക്കാൻ അതൊക്കെ അത് മനസ്സിലാക്കിയിട്ട് വാല് പൊന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ. അതുകൊണ്ടാണ് അതിന്റെ ഹുക്കുമ ഞാൻ അങ്ങനെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്ന മരിക്കാനായ ആൾ ഇതൊന്നും ഞാൻ പറഞ്ഞല്ല, ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ്.